നീ എന്താ കേടി ഇവിടെ കാണിക്കുന്നു? കണ്ണു കണ്ടൂടെ? എക്സസൈസ് ചെയ്യാണ്. ഇപ്പഴാണ് ചെയ്യണം, തോന്നുന്ന സമയത്തല്ലേ ചെയ്യണ്ടത്. പിന്നെ എപ്പോഴാണോ? എണീറ്റ് 4:30 ചെയ്യണം. അയ്യോ 4:30 എപ്പോഴാണെങ്കിൽ ഞാൻ അതെല്ലാം ഓർത്ത് ചെയ്യണമല്ലോ. നിങ്ങളെ പോലെ ഒരു പണിയില്ലാതെ അവിടെ ഇരിക്കുകയല്ലോ. അയ്യോ ഒരു പണിയില്ല, അവിടെ ആയിരിക്കണം. ഇപ്പൊ പിന്നെ എന്തോ ചെയ്തോണ്ടിരിക്കണ്? ഗെയിം കളിക്കണം. ഗെയിം കളിക്കണം. നിങ്ങളെ പോലെ പണിയില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഗെയിം ഒക്കെ ഉണ്ടാക്കിയത്. അതല്ലേ ഞാൻ കളിക്കുന്നത്. കൊള്ളാം. ഞാനൊരു കാര്യം പറയട്ടെ, ഈ മൊബൈലും ഗെയിം എന്ന് പറയുന്നത് ഈ മദ്യപാനത്തിനെക്കാട്ടിലും ഭയങ്കര സീരിയസ് അഡിക്ഷൻ ഉണ്ടാക്കുന്ന അങ്ങനെയൊന്നും ഇല്ലെന്നാ. അത് ഈ വാർത്തയൊന്നും കേൾക്കാത്തോണ്ടാണ്. ഈ മൊബൈലും ഗെയിമും ഒക്കെ കാരണം പ്രാന്തായപ്പോ എത്ര പേര് എനിക്കറിയാന്നറിയാമോ? ശ്രദ്ധിക്കേ പറയണത്. പരസ്യം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു കാണും. അല്ല അത് ഒന്നും കൂടെ ബോണസ് കൊള്ളാം. നിങ്ങൾ പല്ല് തേച്ചാ രാവിലെ? പിന്നെ എന്റെ അടുത്ത് ഒന്ന് ഉപദേശിക്കാൻ ഞാൻ രാവിലെ 4:30 എണീറ്റ് എക്സസൈസ് ചെയ്യണം പോലും. പല്ല് തേച്ചിട്ട് കോട്ട സൂട്ടൊക്കെ ഇട്ട് കുടിക്കണ്ടല്ല ബെഡ് കോഫി. അയ്യോ ഇത് എണീറ്റ് വന്നോണ്ടിങ്ങനെ. നിങ്ങൾക്ക് എന്റെ കൂടെ ഒന്ന് എക്സസൈസ് ചെയ്യാൻ പറ്റുമോ? എന്തിന്? എനിക്ക് എന്റെ ആവശ്യം. എന്റെ കൂടെ ഒന്ന് എക്സസൈസ് ചെയ്താ ഈ തലാണൊക്കെ അങ്ങ് പറക്കും. തലണ പറഞ്ഞ പിന്നെ എങ്ങനെ നടന്നു? കുറച്ച് നല്ല എക്സസൈസ് പറഞ്ഞു. ആംസിന് പറ്റിയ നല്ല എക്സസൈസ്. നല്ല പവർ കിട്ടുമോ കൈക്ക്? പിന്നെ കിട്ടുമെങ്കിൽ നിങ്ങളുടെ കോങ്ക് അടുത്ത പ്രാവശ്യം പിടിക്കുമ്പോഴേ കുറച്ചുകൂടെ പവർ കൂടുമല്ലോ. അതിന് വേണ്ടിട്ടോ ഞാൻ വല്ല ഗോതമ്പ് പല്ലു വല്ല ഉണ്ടാക്കുമ്പോ ഇളക്കി എടുക്കാനായിരിക്കും. നിങ്ങൾക്ക് ഞാൻ ഗോതമ്പ് പല്ലുവേം കൂടെ ഉണ്ടാക്കി തരാത്തതിന്റെ കേടേ ഉള്ളൂ. ചെല്ലെ പോയി പല്ല് തേക്ക്. പല്ലൊക്കെ തേക്ക്. ഇവിടെ എന്തോന്ന് കഴിക്കേ? അറിഞ്ഞാൽ എണീറ്റ് പോവുള്ള. ശ്വാസം മുട്ടണം. പൂരിയും കിഴങ്ങ് കറി ഉണ്ട്. ഇഷ്ടപ്പെട്ടില്ലേ മെനു? പൂരിയും കിഴങ്ങ് കറിയോ? പൂരിയും കിഴങ്ങ് കറി. ഓ ഞാൻ പല്ല് തേച്ചിട്ട് വരാം. എക്സസൈസ് എനിക്ക് ശ്വാസം കിട്ടണില്ല, സംസാരിക്കാനും പറ്റുന്നില്ല. എന്തെല്ലാം കഴിഞ്ഞ അവന് മനുഷ്യന് ഇവിടെ എന്തെങ്കിലും കാര്യം നടക്കും. ഇവിടെ അത്യാവശ്യമായിട്ട് മെരിയാവുള്ളതാണ്. ഞാൻ പോയിട്ട് വരാം. തലവേദന എടുക്കണ? തലവേദനയല്ല, കണ്ണ് ഇരുട്ടണ പോലെ ഉണ്ട്. ഒരു മിനിറ്റ്, എനിക്ക് എന്തോ ഒരുമാതിരി ഇരിക്കണം. കളിക്കാ ഇങ്ങോട്ട്. ചിന്നു ചിന്നു ശങ്കര ശങ്കര പെണ്ണ പിങ്കി. ചിന്നു എണീ 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 ചിന്നു എണീ എണീ. എനിക്ക് അറിഞ്ഞൂടാ എന്തൊരു തേങ്ങയാണോ. ഇപ്പിടി ഇപ്പിടി തലപിടി 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 തലപിടി. ഇങ്ങനെ വിളിച്ചു കൂവല്ലേ, ആൾക്കാരെ ഒന്നും വിളിച്ചു കൂവി എടുക്കുകയല്ലേ. ഇത് ബോധം കെട്ട് വീണത്. ഓ അത് മനസ്സിലായി. ഇത്തിരി വെള്ളം തളിച്ചാതി. ഞാൻ വെള്ളം എടുക്കാം. ഇവിടെ കിടന്ന് എക്സസൈസ് മാങ്ങത്തൊക്കെ ചെയ്തത് ആദ്യമായിട്ടാ ചെയ്യണേ. ഇങ്ങനെയൊക്കെ കിടന്ന് ആഹാരം കഴിക്കാതെ എന്തെങ്കിലും കാണിച്ച് ഇങ്ങനെയൊക്കെ കറങ്ങി. എന്തുവാടാ കുളിക്കാൻ എന്റെ അടുത്ത് ചോദിച്ചത്? അമ്മയുടെ കുളിക്കാനല്ല വെള്ളം ഇങ്ങനെ കൊതു. ഇപ്പോഴത്തെ ഈ കിടപ്പ് കണ്ടിട്ട് ഇപ്പൊ ഇങ്ങനെ തളിച്ചൊന്നും എണീക്കൂല. ഈ വെള്ളം ഇത്രയും മുഖത്ത് കോരി ഒഴിക്കണം. അതിങ്ങടെ ഇങ്ങടെ ഇങ്ങടെ ഒഴിക്കല് ഒഴിക്കല്ല എന്റെ പൊന്നെ. തളിച്ചു നോക്ക്. അപ്പച്ചി അപ്പച്ചി എണീച്ച പക്ഷെ എണ്ണീര് അപ്പച്ചി പിന്നെ എണ്ണീര്. ഒറ്റ അടി അങ്ങോട്ട് അടിച്ചു വെച്ചെന്നുണ്ടല്ലോ. എന്തോ നിങ്ങൾ ഇങ്ങനെ കിടന്ന് വാചകം അടിക്കാതെ ചേച്ചിനെ കൊണ്ട് കിടത്താൻ നോക്ക്. അതിന്റെ ക്ഷീണം കാണും. എന്തോ ചെറുക്കാക്കണോന്നാന്ന് എന്റെ തലവേദന എടുത്ത് പൊട്ടി തെറിക്കണ്. അപ്പച്ചി വാ ആ തൂയി കിടക്കാം. വാ അവക്ക് തലവേദന പൊട്ടി തെറിക്കണം. മിണ്ടായിരിക്കുന്ന അങ്ങോട്ട് വാ അപ്പച്ചി വാ. ചേച്ചി എണീച്ച് പോ. ഒരുമാതിരി ഇരിക്കുന്നു. നീ നമുക്ക് ആ തൂയി കിടക്കാം. ഇവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്